ഹലോ വെൽക്കം ബാക്ക് ടു ടാൻഗൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ നമ്മൾ ഓൺലൈൻ മേടിക്കുന്ന റോസ് എങ്ങനെയാണ് പോട്ട് ചെയ്യേണ്ടതെന്നുള്ളൊരു ഡീറ്റെയിൽഡ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക. മണൽ, ഇത് മണ്ണ്, ചകിരിച്ചോറ്, ഇത്രയാണ് നമ്മൾ നടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് യാതൊരു കാരണവശാലും ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്യരുത്. ചാണകപ്പൊടിയോ അങ്ങനെ ഒന്നും, എല്ലുപൊടി തുടങ്ങിയവ ഒന്നും ഇപ്പോൾ യൂസ് ചെയ്യാൻ പാടില്ല. ഫ്രഷ് ആയിട്ടുള്ള മണ്ണ്, ചകിരിച്ചോറ്, മണൽ. നമുക്കിത് കൊറിയർ കിട്ടുമ്പോൾ ഇതുപോലെ ന്യൂസ് പേപ്പറിലായിരിക്കും കിട്ടുന്നത്. ഇത് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരു ട്രിക്കുണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ 100% നമുക്ക് ചെടികൾ പിടിച്ച് കിട്ടും. അത് ആദ്യം നമ്മൾ ഈ ന്യൂസ് പേപ്പർ എടുത്ത് കളയുക. എന്നിട്ട് ഇതിൻ്റെ വേരും ഈ മണ്ണൊരിക്കലും ഇളക്കി കളയാൻ പാടില്ല. നമുക്കിത് ജസ്റ്റ് ഒന്നും നനച്ചു കൊടുത്തിട്ട്, നല്ലതുപോലെ നനച്ചു കൊടുത്തിട്ട് ഈ ചകിരിച്ചോറിൽ ഒന്ന് ഡിപ്പ് ചെയ്ത് വെക്കാം. ഇതേപോലെ ചകിരിച്ചോറ് നല്ലപോലെ ഇതിലൊന്ന് ആക്കി കൊടുക്കണം. ഈ ഒരു ബേസിക് സ്റ്റെപ്പ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഒരു കാരണവശാലും നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്ന ചെടികൾ നശിച്ചു പോകത്തില്ല. നല്ല പോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ചെയ്യാനുള്ളത്, നമ്മുടെ മണ്ണും നമുക്കിതേപോലത്തെ ഒരു ചെറിയ ചെടിച്ചട്ടി, നിങ്ങൾ എടുക്കുന്ന ചെടിച്ചട്ടി ഓവറായിട്ട് വലുതാവാൻ പാടില്ല. ഒരു മീഡിയം സൈസ് ചെടിച്ചട്ടി എടുക്കുക. ഇത് പിടിച്ച് കിട്ടിയെന്ന് ഉറപ്പാക്കിയിട്ട് മാത്രം നിങ്ങൾക്ക് വേറെ ഒന്നിലോട്ട് മാറ്റാം. ഇല്ലയെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾക്കൊരു ചട്ടി എടുത്തിട്ട് അതിൽ ചെയ്യേണ്ട കാര്യം, ഇതിൻ്റെ ഹോൾ പോർഷനിൽ ഇതേപോലത്തെ കല്ലുകൾ വെച്ച് കൊടുക്കാം. കാരണം വെള്ളം കയറി, നമ്മുടെ മണ്ണ് കയറി അടഞ്ഞ് പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മണ്ണ്, മണൽ, ഈ ചകിരിച്ചോറ് നല്ലപോലെ മിക്സാക്കാം. മിക്സാക്കിയ ശേഷം നമുക്കിതിലോട്ട് ഇട്ട് കൊടുക്കാം. മണ്ണ്, മണൽ. ഇപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കാണിക്കാൻ പറ്റുന്നത്. എല്ലാം നമുക്ക് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ. അതുകൊണ്ടാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് കിടക്കുന്നത് പെർലൈറ്റ് ആണ് കേട്ടോ. പെർലൈറ്റ് യൂസ് ചെയ്യണമെന്നൊന്നും യാതൊരു നിർബന്ധവും. എൻ്റെ കയ്യിലിപ്പോൾ ചകിരിച്ചോറ് പെർലൈറ്റ് മിക്സ് ചെയ്തതുള്ളത് കൊണ്ടാണ് ഞാൻ അതെടുക്കുന്നത്. ഇത്ര ആക്കിയ ശേഷം നമുക്ക് ഒരെളുപ്പ പണി കൂടെ ഉണ്ട്. ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ ജസ്റ്റ് നമ്മൾ ചെടി വെക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് ചകിരിച്ചോറ് ഇങ്ങനെ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് ഈ ചെടി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് സാധാരണ മണ്ണിട്ട് കൊടുക്കാം. നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കുന്ന മിശ്രിതം ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ചെടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് ഒരാഴ്ചയോളം പാർഷ്യലായിട്ടുള്ള ഷെയ്ഡിൽ വെക്കുക. ഒരുപാട് വെയിൽ കൊള്ളാനും പാടില്ല, തീരെ തണലത്തും ആവാനും പാടില്ല. അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഈ പ്ലാന്റ് മാറ്റി വയ്ക്കുക. പിന്നെ പ്ലാന്റ്സ് കിട്ടുമ്പോൾ ഇതേപോലത്തെ ഡൈ ബാഗോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇതേപോലത്തെ ഡൈ ബാഗൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു സിസർ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് സാഫ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് കിട്ടുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്യുന്ന കുറച്ച് കെയർ ഉണ്ടാവും. സാഫോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. ഇതേപോലത്തെ ഉണക്കൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് അവിടെ ഫംഗിസൈഡ്, സാഫ് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് മറക്കരുത്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഓൺലൈനായിട്ട് മേടിക്കുന്ന ചെടികൾ ഒരിക്കലും നശിച്ചു പോകത്തില്ല. 100% നമുക്കിത് പിടിച്ച് കിട്ടും. ഇത് മുമ്പും ഞാനിതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്തവർക്കും ഒക്കെ ഓൺലൈനായിട്ട് മേടിക്കുന്നവർക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്നാലേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ.
ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ട് മേടിക്കുന്ന പ്ലാൻസ് ഒന്നും തന്നെ നശിച്ചു പോകത്തില്ല. ഇതിൻ്റെ അപ്ഡേഷൻ ഞാനിടാം കേട്ടോ. ഇതിൻ്റെ 2 ദിവസം കഴിഞ്ഞിട്ടുള്ള അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ ഉള്ളതും ഇതിൻ്റെ ഗ്രോത്തും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വീഡിയോസായിട്ട് ഇട്ട് തരാം. പിന്നെ ഇങ്ങനത്തെ ട്രിക്സൊക്കെ നിങ്ങൾ പരീക്ഷിക്കുന്നവരായിരിക്കും കൂടുതൽ പേരും റോസിന് ഇഷ്ടപ്പെടുന്നവരൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് കൂടെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക്